സഹോദരന്മാരെ, ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. നമ്മൾ റോമലേഖനത്തിന്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 6 അധ്യായങ്ങൾ വരെ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവവചനം പഠിക്കാൻ വേണ്ടിയിട്ട് സമയമെടുത്ത് വരുന്നതിൽ ഞാൻ റിയലി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ദൈവവചനം പഠിക്കുക എന്നുള്ളത് പലർക്കും താല്പര്യം കുറഞ്ഞു വരികയും ആൾക്കാർക്ക് സമയക്കുറവും ഒക്കെയുള്ള സമയം ഇതാണ്. എങ്കിലും നിങ്ങൾ ഇത്രയും പേര് സീരിയസ് ആയിട്ട് തുടർച്ചയായിട്ട് ലൈവിൽ തന്നെ ദൈവവചന പഠനത്തിനായിട്ട് വരുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 6-ാമത്തെ അധ്യായമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. 6-ാമത്തെ അധ്യായത്തില് പൗലോസ് നീതിമാൻ വിശ്വാസത്താൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അന്നേരം പൗലോസ് ആദ്യം തന്നെ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ്. അന്നേരം 1-ാമത്തെ അധ്യായം മുതൽ 1-ാമത്തെ അധ്യായമല്ല, ശരിക്കും 3 തൊട്ട് 5 വരെ പൗലോസ് എങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിശദീകരിച്ചത്. എന്നാൽ 6-ാമത്തെ അധ്യായം മുതൽ പൗലോസ് വിശദീകരിക്കുന്നത് എങ്ങനെ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നീതിമാൻ എങ്ങനെയാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത് എന്നുള്ളത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണം എന്നുള്ളതാണ് 6-ാമത്തെ അധ്യായം മുതൽ പൗലോസിന്റെ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ പൗലോസ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് പൗലോസ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ, എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാം എന്നുള്ള കുറെ കൽപ്പനകളും ചട്ടങ്ങളും പഠിപ്പിക്കുകയല്ല. അതിനു പകരം യേശുക്രിസ്തു നമ്മളെ വിശുദ്ധീകരണത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നീതി പ്രവർത്തിക്കുന്നവരാക്കാൻ വേണ്ടിയിട്ട്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് പൗലോസ് വിശദീകരിക്കുകയാണ്. അന്നേരം അതിൽ പൗലോസ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, കർത്താവ് നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കി. അതൊരു ഫ്യൂച്ചറായിട്ട് നടക്കാൻ പോകുന്ന കാര്യമല്ല, യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തൊരു കാര്യം. അതായത് യേശുക്രിസ്തു നമ്മളെ നീതീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നുള്ളത് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്നാൽ നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി നീതിയുടെ ദാസന്മാരാക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ചെയ്തത്, നമ്മളെ അവനോടുകൂടെ ക്രൂശിച്ച്, നമ്മുടെ പാപ സ്വഭാവത്തെ അവനോടുകൂടെ ക്രൂശിച്ച് നമ്മളെ പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കിയാണ്. അങ്ങനെ നമ്മൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്ന അവസ്ഥയിൽ നിന്നും നീതിയുടെ ദാസന്മാരും ദൈവത്തിന്റെ ദാസന്മാരുമായി തീരുകയാണ്. അതാണ് 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. 27-ാമത്തെ വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക. 2 വാക്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തി നീതിക്ക് ദാസന്മാരാണ്, 2 ദൈവത്തിന്റെ ദാസനാണ്. നമ്മൾ ഈ ദൈവത്തിന്റെ ദാസൻ, ദൈവദാസൻ എന്നുള്ള പദം സാധാരണ കേൾക്കുന്നത് ഈ പാസ്റ്റർമാരെ ആണ്. ഒരാള് ഇന്നാള് ദൈവദാസനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്? ഇദ്ദേഹം ഒരു സാധാരണ വിശ്വാസിയൊന്നുമല്ല, ഇദ്ദേഹം ഒരു വലിയ ആളാണ്, അല്ലെങ്കിൽ ചർച്ചിന്റെ പാസ്റ്ററാണ്. ഇനി ചർച്ചിന്റെ പാസ്റ്ററെയോ ചർച്ചിന്റെ എൽഡറെയോ ഒന്നും മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമല്ല ദൈവദാസൻ എന്നുള്ളത്. ദൈവദാസൻ എന്നുള്ളത് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്ന, ഇല്ലെങ്കിൽ എല്ലാ ദൈവമക്കളെയും പരിചയപ്പെടുത്താനായിട്ട് പൗലോസ് ഉപയോഗിക്കുന്ന പദമാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്നത്. ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നു കഴിഞ്ഞപ്പോൾ, നീതിക്ക് ദാസന്മാരായി തീർന്നു കഴിയുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടിയിട്ട് നമ്മളെ സമർപ്പിക്കാനായിട്ട് കഴിയും. അന്നേരം ഒരു പാപത്തിന്റെ സ്ലേവറിയിൽ നമ്മളെ വിടുവിച്ചു, ദൈവത്തിന്റെ ദാസനാക്കി. ഇനി നമ്മുടെ അടുത്ത് പറയാണ്, നമ്മളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് കർത്താവിന് സമർപ്പിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അത് വിശ്വാസത്താൽ നമ്മൾ നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫലമാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവൻ തന്നെ. ഡിറൈവ് യുവർ ബെനിഫിറ്റ് റിസൾട്ടിങ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ. അന്നേരം സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് ഒരു റിസൾട്ടായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ വിശ്വാസത്താൽ നടക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവം ചെയ്തെടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് വിശുദ്ധീകരണത്തെ പഠിക്കുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ നീതീകരണവും വിശ്വാസത്താലാണ്, വിശുദ്ധീകരണവും വിശ്വാസത്താലും. അല്ലാതെ നീതീകരണം വിശ്വാസത്താലും വിശുദ്ധീകരണം നമ്മൾ കുറെ നല്ല പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടും അല്ല പഠിപ്പിക്കും. ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ വിശദീകരിക്കും. അതായത് രണ്ടും വിശ്വാസത്താലാണ്. എന്നാൽ ആ വിശ്വാസത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആണ്. കർത്താവിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ തന്നെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ നമ്മളെ കർത്താവ് നീതിമാന്മാരാക്കി. എന്നാൽ രണ്ടാമത്തേത് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് ആണ്.
കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൽ നമ്മൾ അബൈഡ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ, യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരുന്നത്, എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും. അന്നേരം കർത്താവിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നമ്മൾ അബൈഡ് ചെയ്യുമ്പോൾ കർത്താവ് നമ്മൾ കൂടി തന്റെ വിശുദ്ധീകരണത്തിന് ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വയമായിട്ട് ഫലം കഴിക്കാൻ കഴിയത്തില്ല. ഇവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും സ്വയമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ ധാർമ്മിക പ്രവൃത്തികളുടെ ഫലമല്ല വിശദീകരണം. അതാണ് പൗലോസ് തുറന്ന് വിശദീകരിക്കുന്നത്. മറിച്ച് അതും ഒരു വിശ്വാസത്തിന്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വിശ്വാസത്തിന്റെ ഫലമായിട്ട് നമ്മൾ കൂടി കർത്താവ് ചെയ്തെടുക്കുന്നതാണ് ആത്മാവിന്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടും വിശ്വാസത്താലാണ് എന്നുള്ളതാണ് പൗലോസ് മുമ്പോട്ട് വിശദീകരിക്കുന്നത്. റോമാലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായത്തിൽ ഇതിന്റെ ഒരു തുടർച്ചയാണ്. അന്നേരം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്, നമ്മൾ അല്ലെങ്കിൽ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നീതീകരണത്തിന് ന്യായപ്രമാണം ആവശ്യമില്ല, അല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ ഒരു വ്യക്തിക്ക് നീതീകരിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല. എന്നാൽ വിശുദ്ധീകരണത്തിന് ന്യായപ്രമാണം ആവശ്യമുള്ള, ഇല്ലെങ്കിൽ ന്യായപ്രമാണം നമ്മൾ ചെയ്ത് കൽപ്പനകൾ പാലിക്കുന്നതിൽ കൂടിയല്ലേ നമ്മൾ വിശുദ്ധീകരണം നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അന്നേരം നീതീകരണത്തിന് ന്യായപ്രമാണം ആവശ്യമില്ല, ഇല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ ഒരുവൻ നീതീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയത്തില്ല, എങ്കിലും ഒട്ടുമിക്കവർക്കും ആർക്കറിയാം. മാത്രമല്ല, ഇത് ഫസ്റ്റ് ജെറുസലേം കൗൺസിലിൽ അപ്പോസ്തലന്മാര് സ്ഥാപിച്ച ഒരു ഡോക്ടറിനും കൂടിയാണ്, വിശ്വാസത്താലാണ് നീതീകരണം. എന്നാൽ വിശുദ്ധീകരണത്തിന് ന്യായപ്രമാണ പ്രവൃത്തികൾ, കൽപ്പനകൾ, പ്രമാണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ പല വിശുദ്ധിയുടെ പ്രസംഗകരും, അല്ലെങ്കിൽ ഹോളിനെസ് ടീച്ചേഴ്സ്, അവർ പലപ്പോഴും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, പ്രമാണം അനുസരിച്ച് ജീവിക്കണം, ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നെല്ലാം പറയുമ്പോഴേക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഈ യൂട്യൂബിലൊക്കെ ഉള്ള പ്രസംഗങ്ങളുടെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള പ്രസംഗങ്ങളെ പറ്റി അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു. അന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് അത് വായിച്ചു നോക്കുമ്പോൾ ഒരു പാർഷ്യലി ഇത് കറക്റ്റാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞത്, ചില പ്രസംഗങ്ങൾ ഭയങ്കര വ്യൂവേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സബ്ജക്റ്റിൽ നിനക്കൊരു ഭാവിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്ജക്ട് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് 3 ലക്ഷത്തിൽ കൂടുതൽ വ്യൂവേഴ്സ്. നിന്ദിക്കപ്പെട്ടയിടത്ത് ദൈവം നിന്നെ മാനിക്കും എന്ന് പറയുമ്പോൾ അതിന് 75,000 80,000 രൂപ. ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ തല ഉയർത്തും, ഒറ്റപ്പെട്ടവരുടെ മുമ്പിൽ നിന്നെ ആദരിക്കപ്പെടും, ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, നന്മയുടെ വഴി തുറക്കാൻ പോകുന്നു, ശത്രുവിന്റെ പദ്ധതി തകർക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾക്ക് വളരെയധികം വ്യൂവേഴ്സ് ഉണ്ട്. എന്നാൽ ഞാൻ ഇതേപോലെ അത് മാത്രമല്ല, ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആകർഷകമായ പ്രസംഗം ഈ വേൾഡ്ലി ടൈപ്പ് പ്രസംഗങ്ങൾ മാത്രമല്ല, ഈ ധാർമ്മിക വിശുദ്ധി പഠിപ്പിക്കുന്ന ആൾക്കാർക്കും നല്ല വ്യൂവേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മോറൽ ടീച്ചിങ്ങുകൾ പഠിപ്പിക്കുകയാണ്, കുറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കൽപ്പനകൾ പഠിപ്പിക്കുകയാണ്, പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ കേൾക്കാനും ആൾക്കാർക്ക് താല്പര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ടീച്ചിങ്ങും ആൾക്കാരെ ആകർഷിക്കുന്നതാണ്. എന്നാൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന എന്താണ് അന്ത്യകാലത്ത് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം കുറയുന്നത്? അത് പഥ്യോപദേശമാണ്. സൗണ്ട് ഡോക്ട്രിൻ ആൾക്കാർ പഠിപ്പിക്കുന്നതാണ് അവസാന കാലത്ത് ദുർലഭമാവുകയും കേൾക്കാൻ ആൾക്കാർ ദുർലഭമാവുകയും. ഇത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു സൗണ്ട് ഡോക്ട്രിൻ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത് ആൾക്കാർ കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോഴും അതിനു മുമ്പും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മളൊരു ദൈവവചന പഠനം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളുടെ അടുത്തുള്ള ഒരു ഒബ്ലിഗേഷൻ കൊണ്ട് പലപ്പോഴും വരും. പക്ഷെ മിക്ക ആൾക്കാർക്കും അതിന് താല്പര്യമൊന്നുമില്ല. അവർക്കൊരു ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അവർ ഒഴിവാക്കും. പക്ഷെ ഇതേ ആൾക്കാർ തന്നെ ഹോളിനെസ്, ധാർമ്മിക വിശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നിടത്ത് ഇവർ കേൾക്കാനായിട്ട് താല്പര്യമാണ്. അത് കാരണം അതും ജഡത്തെ ഒരു തരത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ എന്തായാലും പറഞ്ഞു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല, വിശുദ്ധിയിൽ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആഴ്ചയിലെ ഒരു ദിവസം നമ്മൾ ചർച്ചിൽ വന്നിട്ട് ആരാധിക്കുന്ന ജീവിതമല്ല, ആഴ്ചയിലെ 6 ദിവസവും നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, വിശുദ്ധ ജീവിതം പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള ടീച്ചിങ്ങുകൾ കേൾക്കാറുണ്ട്. ഇങ്ങനെ പറയുന്നവരുടെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്, എത്രത്തോളം വിശുദ്ധ ജീവിതം നമ്മൾ നയിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും രക്ഷിക്കപ്പെട്ടതിന് ശേഷം? ഇതൊരു ചോദ്യമാണ്. ഇനി ഞാനൊരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ, നാളെ മുതൽ നിങ്ങൾ ആരും പോയി പറയരുത് ജിനു ബ്രദർ പറഞ്ഞു വിശുദ്ധ ജീവിതം നയിക്കേണ്ട ആവശ്യമില്ല സ്വർഗത്തിൽ പോകാനെന്ന് പഠിപ്പിച്ചു എന്ന് പറയരുത്. ഞാനിതൊരു ചോദ്യം നിങ്ങളുടെ ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ മിസ്കോട്ടിങ് എന്റെ ജീവിതത്തിൽ പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. പലരും ഞാൻ പറയാത്ത കാര്യം വേറെ രീതിയിൽ ഉദ്ദേശിച്ചിട്ട് നാളെ കോട്ട് ചെയ്യും. സത്യത്തിൽ ഞാൻ ഈ മെസ്സേജുകൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ആൾക്കാർ മിസ്കോട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ്. ഇതുകൊണ്ട് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ തന്നെ ചോദിക്കുകയാണ്, എത്രത്തോളം വിശുദ്ധ ജീവിതം നമ്മൾ നയിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും രക്ഷിക്കപ്പെട്ടതിന് ശേഷം? നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്പൺ ആയിട്ടൊരു ഡിസ്കഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം.
കേൾക്കുന്ന ആൾക്കാർ എത്രത്തോളം വിശുദ്ധ ജീവിതം പറയാമോ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ലെന്ന് ബൈബിൾ വിളിക്കുന്നത്. എത്രത്തോളം? അതാണ് ചോദ്യം. പറയാമോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. എത്ര ഒന്ന് പറഞ്ഞേ? കേട്ടില്ല. പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ദൈവം പഠിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ദൈവവചനത്തിൻ്റെതായിട്ടുള്ള ആ വിശുദ്ധി അറ്റൈൻ ചെയ്യാത്തവരാരും സ്വർഗ്ഗത്തിൽ പോകത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം പഠിപ്പിക്കുന്ന പരിപൂർണമായിട്ടുള്ള വിശുദ്ധി അറ്റൈൻ ചെയ്യാതെ ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയത്തില്ല. അതല്ലേ ആൻസർ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ നമ്മുടെ ശിഷ്യന്മാരൊക്കെയും അവരൊന്നും മുഴുവനായിട്ട് ദൈവവചനം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെളിപ്പെട്ട് കിട്ടിയവരോ? ഇപ്പൊ സ്റ്റേഫനസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേഫനസ് പറയുന്നത് എത്രയും ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയ ഒരു വ്യക്തിയല്ലേ. അപ്പൊ അത് നമുക്കത് പറയാനായിട്ട്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവം എന്താണ് ഞാൻ ആൻസർ പറയാം. എനിവേ ഒരു തരത്തിൽ ആദ്യം പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധി എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണ വിശുദ്ധിയിലേക്ക്. കാരണം എന്താണ്? യേശുക്രിസ്തു അതിനുള്ള സ്റ്റാൻഡേർഡ് പറയുന്നത് അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ്. കർത്താവ് പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട് എന്റെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. കാരണം നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ പോകണം എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഞാനിത് മുഴുവൻ മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മിസ്കോട്ട് ചെയ്തത്. നേരം വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ പോകണം എന്ന് പഠിപ്പിക്കുമ്പോൾ ആക്ച്വലി അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അത്രയും വിശുദ്ധി തന്നെയാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ്. സ്വർഗത്തിൽ പോകാനായിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ട് ബൈബിൾ ഒരിക്കലും ആ സ്റ്റാൻഡേർഡ് കുറച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞാൽ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കും, എന്റെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണരായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയും? രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആർക്കും പോകാനായിട്ട് കഴിയത്തില്ല. അല്ലെ? യേശുക്രിസ്തുവിന്റെ അത്രയും വിശുദ്ധി പ്രാപിച്ച് സ്വർഗത്തിൽ പോകാനായിട്ടാണെങ്കിൽ ആർക്കും പോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. അന്നേരം നമ്മൾ ഈ പറയുന്ന ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് ചോദിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഒരാളുടെ ചോദിച്ചു, വിശുദ്ധ ജീവിതം നയിച്ചാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, വിശുദ്ധ ജീവിതം നയിക്കണം എന്നിട്ട് പറയുന്ന ആൾക്കാരുടെ എത്രത്തോളം വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പറ്റുന്നതിന്റെ അത്രയൊക്കെ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം വിശുദ്ധ ജീവിതം നയിക്കുക, എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ബൈബിളിലില്ല. പക്ഷെ ഇവര് വേറെ ചിലര് ഇതിന് കൊടുക്കുന്ന ഒരു ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നത് എന്റെ അത്രയൊക്കെ വിശുദ്ധ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാന്നുള്ളതാണ് ഇൻഡയറക്ട്ലി പറയുന്നത്. അന്നേരം അവരുടെ കുറെ മോറൽ സ്റ്റാൻഡേർഡ് ഒരിക്കും, അവരുടെ കൾച്ചറൽ, അവര് ജീവിക്കുന്ന രീതി, അവരുടെ വസ്ത്രധാരണം, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ളതാണ് ഇവർ ഇൻഡയറക്ട്ലി പറയുന്ന മെസ്സേജ്. ഞാൻ പറയുന്നത് മുമ്പോട്ട് വിശദീകരിക്കാം. അന്നേരം ബൈബിൾ ഇതൊന്നും അല്ല സ്റ്റാൻഡേർഡ് വെക്കുന്നത്. ബൈബിൾ വിശുദ്ധ ജീവിതത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ജീവിതത്തിന് ദൈവം പഠിക്കുന്ന സ്റ്റാൻഡേർഡ് യേശു ക്രിസ്തുവിന്റെ അതേ വിശുദ്ധി തന്നെയാണ്. ഇത് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ചോദ്യം. അതിന് കർത്താവ് എന്താണ് ആദ്യം ചെയ്തത്? കർത്താവ് ആദ്യം ചെയ്തത് തൻ്റെ വിശുദ്ധി നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് നീതീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വിശുദ്ധന്മാരാക്കി തീർത്തു. കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള അക്സെപ്റ്റൻസിന് നമ്മൾ യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രം ലഭിച്ചു എന്നുള്ളതാണ് അടിസ്ഥാന കാരണം. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാം വിശദീകരിച്ചത്. ഒരു പ്രവൃത്തിയിൽ കൂടിയല്ല, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടല്ല നമ്മൾ ദൈവസന്നിധിയിൽ അക്സെപ്റ്റ് ആയത്. യേശുക്രിസ്തു നമ്മളെ ആദ്യമേ നീതീകരിച്ചു. എന്നാൽ അവിടെ വെച്ച് കർത്താവ് നിർത്തുന്നില്ല. കർത്താവ് തുടർന്ന് ചെയ്യുന്നത് തൻ്റെ വിശുദ്ധി നമ്മളിൽ ഇമ്പാർട്ട് ചെയ്യുകയാണ്. അതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അന്നേരം പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് കർത്താവ് നമ്മളെ അനുരൂപമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശുദ്ധീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല നമ്മൾ കുറെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് അത് ഓരോന്നോരോന്ന് അറ്റൻഡ് ചെയ്യുന്നതല്ല. കർത്താവ് നമ്മളിൽ കൂടി തന്റെ വിശുദ്ധീകരണം ചെയ്യും. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് വേണ്ടത്? നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസം. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കർത്താവ് നമ്മളിൽ കൂടി വിശുദ്ധീകരണം ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം കർത്താവ് നമ്മൾ കൂടി ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരണം. അല്ലാതെ നമ്മൾ അറ്റൈൻ ചെയ്ത് മലകൾ കയറുന്ന ഒരു കാര്യമല്ല. അന്നേരം അതിന് നമ്മളുടെ ഭാഗത്തു നിന്ന് ആവശ്യമുള്ളത് കർത്താവിലുള്ള ഡിപ്പെൻഡൻസ് തന്നെ. കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി വസിച്ചുകൊണ്ട്
മുമ്പോട്ട് പോകുന്നു. ഇതിന് അങ്ങനെ യഥാർത്ഥത്തിൽ കർത്താവ് അതിന് ആദ്യം ചെയ്തത് നമ്മുടെ പാപ സ്വഭാവം എടുത്ത് മാറ്റുകയാണ്, നമ്മൾക്ക് പുതിയൊരു സ്വഭാവം തരികയാണ്. പൗലോസ് തുടർന്ന് പറയുന്നത്, ഇങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വിശുദ്ധീകരണത്തിന് ന്യായപ്രമാണത്തിന് ആവശ്യം ഇല്ല എന്നുള്ളതാണ് പൗലോസ് പഠിക്കുന്നത്. റോമാലേഖനം 7-ാമത്തെ. ഇത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് വിശദീകരിക്കുകയാണ്. റോമാലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കും. അതിന് പൗലോസ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്, റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പാപത്തിൽ നിന്ന് മാത്രമല്ല സ്വാതന്ത്ര്യം പ്രാപിച്ചത്, നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിന് ഇനിമേൽ നമ്മുടെ മേൽ അധികാരമില്ല, ഇല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ന്യായപ്രമാണം നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ന്യായപ്രമാണം എങ്ങനെയാണ് വന്നത്, എന്തിനാണ് ദൈവം കൊടുത്തത്, എന്ത് ന്യായപ്രമാണം കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ചിന്തിച്ചു, നീതീകരണമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു, വിശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടും ഈ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. അത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആദിയിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ എല്ലാം കറക്റ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആദിയിലേക്ക് നമ്മൾ പോയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അടുത്ത് ചിലർ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അന്നേരം ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, അതിലേക്കാണ് ദൈവം നമ്മളെ യേശുക്രിസ്തുവിൽ കൂടി റെസ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അന്നേരം ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് ന്യായപ്രമാണം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള ന്യായപ്രമാണം. അതെങ്ങനെയാണ്, എപ്പോഴായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനൊരു നിയമം ഉണ്ടാക്കിയിട്ട് അതനുസരിക്കാനായിട്ടല്ല മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചത്. ഒരു നിയമവും ഇല്ലായിരുന്നു. ഞാനത് മുമ്പോട്ട് വിശദീകരിക്കാം. അന്നേരം ഒരു നിയമവും ഇല്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവവുമായിട്ടൊരു ലോ ബേസ്ഡ് കണക്ഷനിലായിരുന്നില്ല, ഒരു ലവ് ബേസ്ഡ് റിലേഷൻ ആയിരുന്നു. ഒരു ലവ് റിലേഷനിലായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്മതിന്മകളെ പറ്റി ഇവൻ അറിയാനായിട്ട് പാടില്ല. നന്മതിന്മകൾ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നീ കഴിക്കരുത്, മറിച്ച് ദൈവത്തിന്റെ ജീവനിൽ ഡിപ്പെൻഡ് ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ളൂ. എന്നാൽ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു 4 സ്റ്റേജായിട്ട് നമ്മൾ ഇതിനെ പഠിച്ചെങ്കിലും ഒക്കത്തുള്ളൂ. 1-ാമത്തെ സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്, നന്മതിന്മകളെ തിരിച്ചറിയാതെ ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് ദൈവം നന്മ എന്താണ് എന്ന് തീരുമാനിച്ച ഒരു മനുഷ്യൻ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കും. അതാണ് ശരിക്കും പുതിയ നിയമത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്. എക്സാക്ട്ലി അത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊച്ചു കുഞ്ഞ് കംപ്ലീറ്റ്ലി അവന്റെ പിതാവിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലെ നന്മയും തിന്മയും എന്താണെന്ന് ഒരു വ്യക്തിക്ക് തിരിച്ചറിയേണ്ട പോലും ആവശ്യമില്ലാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം ചൂസ് ചെയ്യുന്ന നന്മ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അവസ്ഥ. അങ്ങനെയായിരുന്നു ആദ്യം ജീവിച്ചത്. നമ്മൾ വായിച്ചറിയാം, ഹവ്വായെ പോലും തെരഞ്ഞെടുക്കുന്നത് ദൈവമാണ്, ആദ്യം തെരഞ്ഞെടുക്കുന്നത്. അന്നേരം ആദ്യത്തിനൊരു ചോയ്സ് ഇല്ലായിരുന്നു, കംപ്ലീറ്റ് ഒരു ഡിപ്പെൻഡൻസിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഐഡിയൽ കണ്ടീഷൻ. 2-ാമത്തെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, പാപം ചെയ്തതിന് ശേഷമുള്ള സ്റ്റേജാണ്. പാപം ചെയ്തപ്പോൾ ദൈവമായിട്ടുള്ള ആ ലവ് റിലേഷൻ ബ്രോക്കൺ ആയി. അതോടുകൂടി മനുഷ്യൻ നന്മതിന്മകൾ സ്വയം തിരിച്ചറിയാനായിട്ട് കേപ്പബിൾ ആയി. അതുവരെ അവൻ അതിൽ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവിടെ തന്നെ പറയുന്നുണ്ട്, അവൻ നന്മതിന്മകളെ തിരിച്ചറിയുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞു എന്ന് പറയുന്നു. അന്നേരം അവന്റെ നന്മതിന്മകളെ തിരിച്ചറിയുന്നതാണ് നിയമത്തിൽ കൂടി മനസ്സിലാകുന്നത്. അന്നേരം മനുഷ്യന്റെ മനസാക്ഷിയിൽ ഒരു ലോ വരികയാണ്. അവന്റെ മനസാക്ഷി ആക്റ്റീവായി, അവന്റെ പാപ സ്വഭാവം ഉണ്ടായി, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ബ്രോക്കൺ ആയി. അവൻ നന്മയും തിന്മയും സ്വയം തിരിച്ചറിയാനായിട്ട് തുടങ്ങുകയാണ്. അവന്റെ മനസാക്ഷിയിൽ നന്മയും തിന്മയും തിരിച്ചറിയും. അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും, വീഴ്ച പറ്റിയ എല്ലാ മനുഷ്യരെയും മനസാക്ഷി ആക്റ്റീവാണ്. അതാണ് റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിലൊക്കെ പൗലോസ് വിശദീകരിക്കുന്നത്. എന്നാൽ ഈ മനസാക്ഷിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ മനസാക്ഷി സാഹചര്യങ്ങളുടെയും സ്വഭാവങ്ങളുടെയും അനുസരിച്ചിട്ട് അത് കറപ്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസാക്ഷി കഠിനമാവുക, മനസാക്ഷി ചൂട് പിടിക്കുക എന്നൊക്കെയുള്ള ബൈബിളിലുള്ള പല വാക്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അന്നേരം മനുഷ്യന്റെ മനസാക്ഷിയിലായിരുന്നു ദൈവത്തിന്റെ നിയമം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ മനസാക്ഷി ഒരു നിയമം പോലെ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ കംപ്ലീറ്റ് ആയിട്ട് പാപത്തിലേക്ക് പോയി ദൈവത്തിന്റെ നിയമം എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ 3-ാമത്തെ സ്റ്റേജിൽ ദൈവം ഒരു റിട്ടേൺ ലോ കൊടുക്കുക. ആ റിട്ടേൺ ലോ പുതിയതായിട്ടൊരു കാര്യമല്ല, ദൈവത്തിന്റെ മനുഷ്യന്റെ മനസാക്ഷിയിൽ ദൈവം കൊടുത്ത അതേ നിയമം തന്നെ എഴുതി കൊടുക്കുകയാണ്, കല്ലിൽ അക്ഷരമായിട്ട് എഴുതി കൊടുക്കുകയാണ്. അതാണ് ന്യായപ്രമാണം. ബൈബിളിൽ ലോ എന്ന് പറയുമ്പോൾ പൊതുവെ പറയുന്ന ആ ധാർമ്മിക നിയമങ്ങളാണ്, 10 കൽപ്പനകളായിട്ടുള്ള ധാർമ്മിക നിയമം. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം അതിന്റെ സാഹചര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ന്യായപ്രമാണം 2 പ്രാവശ്യം ദൈവം എഴുതി കൊടുക്കുന്നു. ആദ്യം എഴുതി കൊടുത്തു, അത് ലംഘിക്കപ്പെടുമ്പോൾ അത് മോശ എറിഞ്ഞ് തകർക്കുന്നു. പിന്നെ 2-ാമത് അതേ കൽപ്പനകൾ തന്നെ ദൈവം തന്റെ കൈകൊണ്ട് തന്നെ എഴുതി കൊടുക്കുകയാണ്.
ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ലാത്തതുപോലെ ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾക്കും ലോയ്ക്കും ഒരിക്കലും മാറ്റം വരുന്നില്ല. യേശുക്രിസ്തുവും ആവർത്തിക്കുന്നു, ന്യായപ്രമാണത്തിന് ഒരിക്കലും നീക്കം വരുന്നില്ല. എന്നാൽ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ന്യായപ്രമാണത്തെ എന്ത് സാധിക്കുന്നു, എന്ത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ന്യായപ്രമാണം ഇങ്ങനെയാണ് വന്നത്. ന്യായപ്രമാണത്താൽ സാധിക്കാത്ത കാര്യം എന്താണ്? നമ്മൾ ഒരു കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചു, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എന്താണ് സാധിക്കുന്നത്? ന്യായപ്രമാണത്താൽ സാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യൻ ആ ധാർമ്മിക നിയമങ്ങൾ പരിപൂർണമായിട്ട് പാലിക്കാൻ കഴിയാത്തവനാണ് എന്നുള്ള അവന്റെ ഇൻകേപ്പബിലിറ്റി അവന് ബോധ്യപ്പെടുത്താനായിട്ട് കഴിയും. കാരണം അവന്റെ ഉള്ളിലൊരു പാപസ്വഭാവം, ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ഒരു പാപസ്വഭാവം ഉണ്ട്. ഒരിക്കലും ദൈവത്തിന്റെ 10 കൽപ്പനകൾ പരിപൂർണമായിട്ട് പാലിക്കാനായിട്ട് അവന് കഴിയത്തില്ല എന്നുള്ളവന് ബോധ്യപ്പെടുത്താനായിട്ട് കഴിയും. മൂന്നാമത്, അവനെ ആ പാപസ്വഭാവം എടുത്തു മാറ്റി ദൈവത്തിന്റെ ജീവൻ അവന്റെ ഉള്ളിൽ കൊടുക്കാൻ കഴിയുന്ന ക്രിസ്തുവിങ്കിലേക്ക്, ദൈവത്തെ ആ ബാക്ക് ടു റിലേഷൻ, ആദിയിലെ റിലേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ക്രിസ്തുവിങ്കിലേക്ക് നയിക്കാനും കഴിയും. ഈ 3 കാര്യങ്ങളാണ് ശരിക്കും ന്യായപ്രമാണം കൊണ്ട് സാധിക്കുന്നത്. അതായിരുന്നു ന്യായപ്രമാണത്തിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ എന്താണെന്ന് അവന് എഴുതി കൊടുക്കുക, അവന്റെ എഴുതപ്പെട്ട കൽപ്പനകളായിട്ട് കൊടുക്കുക. അത് പാലിക്കാൻ ഇവന് പരിപൂർണമായിട്ട് കഴിയത്തില്ല എന്നുള്ളത് അവന് ബോധ്യപ്പെടുത്തുക. എന്നിട്ട് ഇവനെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുക, കർത്താവിലേക്ക്, ആ റിലേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുക എന്നുള്ളതാണ് കഴിയുന്നത്. എന്നാൽ ന്യായപ്രമാണത്തിൽ എന്താണ് സാധിക്കാത്തത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല, നമ്മളത് ചിന്തിച്ചു. 2, ന്യായപ്രമാണത്താൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയും, ഇല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആവാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്ന പോലെ നിങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ്. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിന്റെ ഫോൾട്ടായിട്ട് തന്നെ അത് പറയുന്നുണ്ട്. നമ്മൾ ആ വാക്യം വേണമെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മുൻപിലത്തെ കൽപ്പനയ്ക്ക്, ന്യായപ്രമാണത്തിനെ പറ്റി പറയണം, അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കും. അന്നേരം ന്യായപ്രമാണത്തിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിക്കുകയില്ല. ലോ മേക്ക് നത്തിങ് പെർഫെക്റ്റ് എന്നുള്ളത്. അന്നേരം ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് വാക്യമുണ്ട്. എബ്രായ ലേഖനം 7:19 നമ്മൾ വായിച്ചത്. സങ്കീർത്തനം 19:7 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിന്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. യുവർ ലോ ഈസ് പെർഫെക്റ്റ്, ബട്ട് ഇറ്റ് കനോട്ട് മേക്ക് എനിവൺ പെർഫെക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പെർഫെക്റ്റ് ആണ്, അതിന്റെ പർപ്പസിൽ പെർഫെക്റ്റ് ആണ്. പക്ഷെ ലോയ്ക്ക് ഒരാളെയും നീതീകരിക്കാനായിട്ട് കഴിയത്തില്ല, അവനെ വിശുദ്ധീകരിക്കാനായിട്ടും അവനെ പെർഫെക്ഷനിലേക്ക് നയിക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം ലോയുടെ ഉദ്ദേശം ഒരു മനുഷ്യനെ നീതീകരിക്കുക എന്നുള്ളതും വിശുദ്ധീകരിക്കുക എന്നുള്ളതും അല്ല എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. വേറെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കാനിങ് മെഷീന്റെ പർപ്പസ് അതിൽ തന്നെ പെർഫെക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് സ്കാൻ ചെയ്ത് അവനെ കാണിക്കാനായിട്ട് സ്കാനിങ് മെഷീൻ കഴിയും. എന്നാൽ ആ ഹൃദയ ശസ്ത്രക്രിയ നടത്താനായിട്ട് ആ സ്കാനിങ് മെഷീൻ കഴിയത്തില്ല. ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന ഒരു ഡോക്ടറിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് കഴിയും, അവന്റെ ഉള്ളിലുള്ള പ്രശ്നം മനസ്സിലാക്കി. അന്നേരം ലോ ഈസ് പെർഫെക്റ്റ് ഇൻ ഇറ്റ്സ് പർപ്പസ്, ബട്ട് ലോ കനോട്ട് മേക്ക് എനിവൺ പെർഫെക്റ്റ്. അന്നേരം ഇത് സാധിക്കത്തില്ല. ഇത് സാധിക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് ഒരുവനെ നയിക്കുകയും അവനെ നീതീകരിക്കുകയും അവനെ വിശുദ്ധീകരിക്കുകയും ചെയ്യാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ് എന്നുള്ളതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. അന്നേരം ഇതാണ് ലോ കൊണ്ട് സാധിക്കുന്നതും സാധിക്കാത്തതും. അന്നേരം നമ്മൾ ക്രിസ്തുവിങ്കിലേക്ക് വരികയും ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ എന്തായിത്തീരുന്നു? നമ്മുടെ പാപസ്വഭാവം, കർത്താവ് ആദ്യം തന്നെ നമ്മുടെ പാപസ്വഭാവം എടുത്തു മാറ്റുകയും നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കുകയും ദൈവവുമായിട്ടുള്ള പെർഫെക്റ്റ് റിലേഷനിലേക്ക് നമ്മളെ റെസ്റ്റോർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പെർഫെക്റ്റ് റിലേഷനിലേക്ക് വന്ന ഒരു വ്യക്തി ഇനി മുതൽ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുകയല്ല, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ കൂടി പ്രവർത്തിച്ച് അവനെ വിശദീകരിക്കുന്നതാണ് എന്നുള്ളതാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നത്. പറയുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നു. ഞാൻ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. മനുഷ്യനെ ദൈവം വീണ്ടും ആ ആദിയിലെ പെർഫെക്റ്റ് റിലേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ദൈവാത്മാവിനാൽ അങ്ങനെ നടത്തപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് ലോയുടെ ആവശ്യമേ ഇല്ല, അവൻ ലോയിൽ നിന്നും ഫ്രീ ആയിരിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഞാൻ 7-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് പൗലോസ് ഈ കാര്യത്തിലേക്ക് വരുന്നത്. നമുക്ക് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. പൗലോസ് ഈ രീതിയിലാണ് ഇത് വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞ പോലെ 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ കഴിയാത്ത എല്ലാ വ്യക്തികളെയും വിശ്വാസത്താൽ ദൈവം നീതീകരിക്കും. 6-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു നമ്മുടെ പാപസ്വഭാവം നീക്കി നമ്മളെ ദൈവത്തിനുമായിട്ടുള്ള കണക്ഷനിലേക്ക് കൊണ്ടുവരുന്നു.
7-ാമത്തെ അധ്യായത്തിൽ പറയാണ്, അങ്ങനെ ഒരു പെർഫെക്റ്റ് റിലേഷനിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് ന്യായപ്രമാണ കൽപ്പനകളുടെ ആവശ്യമില്ല. ഹീസ് നോട്ട് ലെഡ് ബൈ ദ ലോ ബട്ട് ബൈ ദ സ്പിരിറ്റ്. ഇതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് റോമാലേഖനം 7-ലേക്ക് വരാം. 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അന്നേരം ന്യായപ്രമാണത്തിന് എത്രത്തോളമാണ്, ഒരു ലോയ്ക്ക് ഒരു മനുഷ്യന്റെ മുകളിൽ അധികാരമുള്ളത് എത്രത്തോളമാണ് എന്ന് പറഞ്ഞാണ്, ഒരു മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്ത് മാത്രമാണ് ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുള്ളത്. അത് വിശദീകരിക്കുക. അന്നേരം ഒരു രാജ്യത്തെ നിയമത്തിന് ഒരു മനുഷ്യന്റെ മേൽ എത്രത്തോളം അധികാരമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അധികാരം എന്ന് പറയുന്ന ആ മനുഷ്യൻ ജീവിച്ചിരിക്കും മാത്രം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കുറെ ആൾക്കാരെ കൊന്നു, കുറെ കാര്യങ്ങൾ, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ചെയ്തു. നിയമം എന്നെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു എന്ന് വെച്ചാൽ, ആ നിയമത്തിന് എന്റെ മേലെ ആ നിയമം വിധിച്ചു എന്നെ തൂക്കിക്കൊല്ലാനായിട്ട്. എന്നാൽ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചതിന്റെ ഒരു 10 ദിവസം കൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ നിയമത്തിന് എന്നെ ഒന്നും ചെയ്യാനായിട്ട് എഴുതത്തില്ല. കാരണം മരിച്ച മനുഷ്യന്റെ മേൽ നിയമത്തിന് അധികാരമില്ല. ഏത് തെറ്റിന്റെ ആണെങ്കിലും ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ നിയമത്തിന് അവന്റെ മേൽ അധികാരമുള്ളൂ എന്നാണ് പറഞ്ഞത്. അന്നേരം പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഒരു മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്ത് മാത്രമാണ് അവന്റെ മേൽ ന്യായപ്രമാണത്തിന് അധികാരമുള്ളത്. എന്നിട്ട് പൗലോസ് ഇതൊരു എക്സാമ്പിൾ കൂടി അടുത്തൊരു വിശദീകരിക്കുകയാണ്. മുമ്പുള്ളൊരു എക്സാമ്പിൾ വിശദീകരിച്ചത് ഒരു ഉടമയും അടിമയും തമ്മിലുള്ള ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, ഇവിടെ ഒരു ഭാര്യാഭർത്തൃബന്ധത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇത് രണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം മരണത്തിൽ കൂടി മാത്രമേ സാധ്യമുള്ളൂ എന്നുള്ളതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. എന്നാൽ ഇവിടെ ഭാര്യാഭർത്തൃബന്ധത്തിന്റെ കാര്യമല്ല വിശദീകരിക്കുന്നത്. എന്നാൽ അവിടെ ഒരു പ്രിൻസിപ്പിൾ, ബൈബിളിന്റെ പ്രിൻസിപ്പിൾ പഠിപ്പിക്കുകയാണ്. ഒരു വിവാഹത്തിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ മരണം വരെ ആ വിവാഹബന്ധം വാലിഡ് ആണ്. അന്നേരം വിവാഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് സ്വർഗത്തിൽ വിവാഹമൊന്നുമില്ല. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മരിച്ചു കഴിയുമ്പോഴേക്കും ആ വിവാഹബന്ധം വേർപെടും. എന്നാൽ മരണം വരെയും ആ വിവാഹബന്ധം ആക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പൗലോസ് പറയാണ്, ഭർത്താവ് ഉള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടു. അന്നേരം ഒരു ഭർത്താവുമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു വിവാഹത്തിൽ വന്നൊരു വ്യക്തിക്ക് ആ വിവാഹബന്ധം വേർപെടണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഒരു ഭർത്താവ് ഒരു ക്രൂരനായിട്ടൊരു ഭർത്താവാണ്, വളരെ ദുഷ്ടനായിട്ടൊരു ഭർത്താവാണ്, വളരെ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ. അന്നേരം അദ്ദേഹത്തിന് ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഭർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുന്നത്? ഈ സ്ത്രീക്ക് ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്ന ഈ ഭർത്താവ് മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭർത്തൃന്യായ പ്രമാണത്തിൽ ആ വ്യക്തി സ്വതന്ത്രനായിത്തീരും. ഭർത്താവ് മരിക്കുന്ന ഇമ്മീഡിയറ്റ് ആ സെക്കൻഡോട് കൂടി ആ ന്യായപ്രമാണം അഴിഞ്ഞു മാറ്റപ്പെട്ടു എന്നാണ്. അന്നേരം പൗലോസ് പറയുകയാണ്, അതേപോലെ തന്നെ പഴയ മനുഷ്യൻ നമ്മളുടെ ഉള്ളിൽ ജീവിച്ചിരുന്നപ്പോൾ, നമ്മൾ പഴയ സ്വഭാവത്തിലായിരുന്നപ്പോൾ, നമ്മൾ മനസ്സിലാക്കണം, പാപം ചെയ്ത് പഴയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ പാപ സ്വഭാവം വന്നതിന് ശേഷമാണ് ന്യായപ്രമാണം വരുന്നത്. ന്യായപ്രമാണം കണക്റ്റഡ് ആയിരിക്കും നമ്മുടെ പാപ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നേരം പറഞ്ഞിരിക്കുകയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവർ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന് വരാതെ വണ്ണം അവൾ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രയാകും. അന്നേരം ഈ ഭർത്തൃന്യായപ്രമാണം എന്നുള്ള പ്രമാണം ആക്റ്റീവ് ആയിരിക്കുന്നത് ഈ സ്ത്രീ ജീവിച്ചിരിക്കുന്നവർക്കുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഭർത്താവ് ജീവിച്ചിരിക്കുന്നവർക്കാണ്. അന്നേരം കർത്താവ് ഓരോ സ്ഥലത്തായിട്ട് പറയാതിരിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, എന്താണ്, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റരായ വേറൊരുവനാകേണ്ടതിന് ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം നാം ന്യായപ്രമാണമായിട്ട് മരിച്ചിട്ടുണ്ട്. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ദൈവം നമ്മളെ സ്വതന്ത്രനാക്കി. എങ്ങനെയാണ്? നാം യേശുക്രിസ്തുവിനോട് കൂടി മരിച്ചപ്പോൾ. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വേറെ രീതിയിൽ പൗലോസ് വിശദീകരിക്കുകയാണ്. റോമാലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മരിച്ചവൻ, 7-ാമത്തെ റോമൻ 6:7 പറഞ്ഞിരിക്കുക, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച പോലെ നമ്മൾ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്നും നമ്മൾ സ്വതന്ത്രരായി. ആ ലോ ഇനിമേൽ നമ്മുടെ മേൽ ആപ്ലിക്കബിൾ അല്ല. 10 കൽപ്പനകൾക്ക് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ മുകളിൽ യാതൊരു അധികാരവുമില്ല. വി ആർ ഫ്രീഡ് ഫ്രം ദാറ്റ് ലോ. ഇത് ബൈബിളിലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഉപദേശമാണ്. അനേക വാക്യങ്ങൾ കൂടി ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. നമ്മളെ ആ ന്യായപ്രമാണത്തിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കി. എങ്ങനെയാണ്? നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് മാത്രമല്ല, പാപത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് അവിടെ പറഞ്ഞു നിർത്തുകയല്ല. അവിടെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചുയർത്തെഴുന്നേറ്റനായി വേറൊരുവനാകണം. അന്നേരം വേറൊരു വ്യക്തി മരിച്ചുയർത്തെഴുന്നേറ്റു. അന്നേരം യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റു. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റു, നമ്മളും മരിച്ചുയർത്തെഴുന്നേറ്റു. നമ്മളും യേശുക്രിസ്തുവുമായിട്ട് ഒരു വിവാഹബന്ധത്തിലേക്ക്, അതൊരു ഭൂമിയിൽ അവസാനിക്കുന്ന ഒരു വിവാഹബന്ധമല്ല, അത് നിത്യതയോളം തുടരുന്ന ഒരു വിവാഹബന്ധത്തിലേക്ക് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചേർക്കപ്പെട്ടു. അതുകൊണ്ടാണ്
എം ഇ ചെറിയൻ സാറിന് ഒരു പാട്ടിൽ പറഞ്ഞിരിക്കുന്ന മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിത് യുഗകാലം വരെ. അന്നേരം ഭൂമിയിലെ വിവാഹം മരണത്തോടെ അവസാനിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള റിലേഷനിലേക്ക് വന്നൊരു വ്യക്തി ആ മരിച്ചു ഉയർത്തെഴുന്നേറ്റവനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു. അത് നിത്യതയോളം തുടരുക. ആ ബന്ധത്തിൽ കൂടി എന്താണ് സംഭവിക്കുന്നത്? ആ ബന്ധത്തിൽ കൂടി നാം ദൈവത്തിന് ഫലം കായ്ക്കുകയാണ്. അതാണ് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും. അന്നേരം പുതിയ നിയമത്തിലെ വിശുദ്ധീകരണം എങ്ങനെയാണ്? ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ പാലിച്ച് നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കുകയല്ല, മറിച്ച് യേശുക്രിസ്തുവുമായിട്ടുള്ള ബാക്ക് ടു റിലേഷനിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു നമ്മൾ കൂടി തന്റെ വിശുദ്ധീകരണം ചെയ്തെടുക്കുക. നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ പ്രവൃത്തികൾ കൂടി കർത്താവിന്റെ വിശുദ്ധിയുടെ ഫലം പുറത്തേക്ക് വരിക. അന്നേരം നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് വേണ്ടത്? നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കർത്താവിൽ വസിക്കുക. ആ വിവാഹ ബന്ധത്തിൽ, ആ സ്നേഹബന്ധത്തിൽ, വിശ്വാസത്തിൽ നമ്മൾ ഉൽപ്പത്തിയിൽ ആദം എങ്ങനെയായിരുന്നു അതേപോലെയുള്ള ഡിപ്പെൻഡൻസിൽ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് നമ്മൾ വസിച്ചുകൊണ്ട് കർത്താവിന്റെ ഫലം നമ്മൾ കൂടി പുറപ്പെടുവിക്കുന്നു. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു വിശദീകരിക്കുന്നത്. കൊമ്പ് മുന്തിരിയുള്ളിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഇതാണ് യേശുക്രിസ്തു ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നാം ദൈവത്തിന് ഫലം കായ്ക്കുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണം പാലിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഫലം കായ്ക്കാനായിട്ട് കഴിയും. അത് നമുക്കൊരു സെൽഫ് റൈച്ചസ്നെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ദൈവത്തിന് ഫലം കായ്ക്കാറ് മരിച്ചു ഉയർത്തെഴുന്നേറ്റവന് വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നമ്മൾ മരിച്ചിരിക്കുന്നു മാത്രമല്ല, നമ്മൾ ഉയർത്തെഴുന്നേറ്റു യേശു. എന്നിട്ട് ഇതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. ഇങ്ങനെ ദൈവവുമായിട്ടൊരു ലവ് റിലേഷനിൽ വന്നൊരു വ്യക്തിക്ക് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തി പിന്നെ നടത്തുകയാണ്. അതാണ് നമ്മൾ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് കൂടുതൽ അത് വിശദീകരിക്കുന്നത്. ഞാനതിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കാം. എന്നാൽ ഇവിടെ പൗലോസ് ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ഇതൊരു പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ നാം പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പാസ്റ്റ് ടെൻസിലാണ്. നാം പാപസ്വഭാവത്തിലായിരുന്നപ്പോൾ, നമ്മൾ ജഡത്തിലായിരുന്നപ്പോൾ, നമ്മൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ എന്താണ്? ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ വേറൊരു ഫലമാണ് കായ്ച്ചുകൊണ്ടിരുന്നത്. മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപിച്ചു. അന്നേരം നമ്മൾ പാപസ്വഭാവത്തിലായിരുന്നപ്പോൾ നമ്മൾ ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ആത്മാവിന്റെ ഫലം പൊടിക്കുകയല്ല, മരണത്തിന് ഫലം കായ്ക്കുമാർ നമ്മളുടെ അവയവങ്ങൾ വ്യാപിക്കും. കാരണം എന്താണ്? ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും പാപത്തെക്കുറിച്ചുള്ള ബോധവും വരുന്നു. മാത്രമല്ല പാപരാഗങ്ങളും വരുന്നു. താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, മോഹിക്കരുത് എന്നുള്ള കൽപ്പന വന്നപ്പോൾ മോഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മോഹം ഇല്ലാതാവുകയല്ല. ഇതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ കൂടി നമ്മൾ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുമാറും വന്നിരുന്നുവെങ്കിൽ നാം മരിച്ച് ന്യായപ്രമാണത്തിൽ സ്വതന്ത്രരായി യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ആത്മാവിന്റെ ഫലം നമ്മൾ കൂടി വ്യാപരിക്കാം. പൗലോസ് വീണ്ടും വിശദീകരിക്കാം. ഇപ്പോൾ നേരത്തെ മുമ്പ് നാം ജഡത്തിലായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇപ്പോൾ നമ്മെ പിടിച്ചടക്കിയിരുന്നു, നമ്മളെ നിയന്ത്രിച്ചിരുന്നു ആ ന്യായപ്രമാണത്തിൽ നിന്ന് ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൽപ്പനകളെ പറ്റിയാണ് അക്ഷരം എന്ന് എപ്പോഴും ബൈബിൾ ദൈവത്തിലേക്ക് ഒരു പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, കല്ലക്ഷരമായിരിക്കുന്ന മരണത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. നമ്മൾ കുറെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ വിശുദ്ധരാണ് എന്ന് പറയുകയല്ല, അല്ലെങ്കിൽ അങ്ങനെ വിശുദ്ധി നമ്മൾ അറ്റൈൻ ചെയ്യല്ല. ആത്മാവിന്റെ പുതുക്കത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ആത്മാവിന്റെ പ്രോംപ്റ്റിംഗിൽ, ജീവന്റെ പുതുക്കത്തിൽ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തെ സേവിക്കണം. അന്നേരം ഇവിടെയും ദൈവത്തെയാണ് സേവിക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഫ്രീ ആണ്, നമ്മൾ പാപത്തിൽ നിന്ന് ഫ്രീ ആയി ദൈവത്തിന്റെ ദാസന്മാരാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യരായി, എന്നാൽ നമ്മൾ ദൈവത്തെ സേവിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ്? വേറൊരു പ്രമാണം നമ്മളിലേക്ക് വരികയാണ്. ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ ദൈവം ന്യായപ്രമാണത്തിന് കീഴിൽ നീക്കിയത് നമ്മളെ ഫ്രീ ആക്കി വിടാനായിട്ടില്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ വേറൊരു പ്രമാണത്തിന്റെ കീഴിൽ നമ്മൾ നയിക്കപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി, അങ്ങനെ നയിക്കപ്പെടുമ്പോൾ ആ വ്യക്തി ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, ന്യായപ്രമാണം ആ വ്യക്തിക്ക് ആപ്ലിക്കബിൾ അല്ല, ആ വ്യക്തിക്ക് ന്യായപ്രമാണത്തിന്റെ കണ്ടംനേഷനോ ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റോ ആ വ്യക്തി പാലിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആവശ്യപ്പെടുകയല്ല. അതിന് പകരം പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ നടത്തപ്പെടാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. ഇത് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇത്ര നേരം കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു ചിന്ത തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ പുതിയ നിയമം എന്താണ്? പുതിയ നിയമത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. പുതിയ നിയമത്തിൽ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും എന്നൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ട്. ഇതെന്താണ്? ഇതൊരു വലിയൊരു ചോദ്യമാണ്. പലരുടെയും ചിന്ത ഈ
പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമം പോലെ കുറെ കൽപ്പനകളുടെ പുസ്തകമാണ്, അനുസരിക്കാനായിട്ടുള്ള ധാർമ്മിക നിയമങ്ങളുടെ പുസ്തകമാണ് പുതിയ നിയമം എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ പുതിയ നിയമത്തിലെ കൽപ്പനകളേക്കാൾ കൂടുതൽ ദൈവം ക്രൂശിൽ ചെയ്ത കാര്യങ്ങളാണ് അപ്പോസ്തലന്മാർ കൂടുതലും വിശദീകരിക്കുന്നത്. ദൈവം എന്താണ് ചെയ്തത് എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അനുസരിക്കേണ്ട കാര്യം. എനിവേ, നമ്മൾക്ക് അനുസരിക്കാനായിട്ട് അനേക കാര്യങ്ങൾ പുതിയ നിയമത്തിൽ. അതിൽ പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം 10 കൽപ്പനകൾ കൊടുത്തതുപോലെ യേശുക്രിസ്തു വന്ന് രക്ഷിക്കപ്പെട്ടവർക്ക് അനുസരിക്കാൻ വേണ്ടിയിട്ട് കുറെ 100 കൽപ്പനകൾ കൂടി കൊടുത്തിരിക്കുന്നു എന്ന രീതിയിലാണ്. ഈ കൽപ്പനകളുടെ സ്റ്റാൻഡേർഡാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വ്യത്യാസം എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോശ സീനായ് മലയിൽ നിന്നും ഇറങ്ങി 10 കൽപ്പനകൾ കൊടുത്തു. യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു ഗിരിപ്രഭാഷണം പറയാൻ വേണ്ടി ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് അതിനേക്കാൾ ശക്തമായിട്ട് കുറെ കൽപ്പനകൾ കൊടുത്തിട്ട് ഇതെന്ന് നിങ്ങളൊക്കെ അനുസരിച്ചു, രക്ഷിക്കപ്പെട്ടവർ ഇതെല്ലാം അനുസരിച്ച് വിശുദ്ധിയിൽ തികഞ്ഞ് സ്വർഗത്തിൽ പോകാനായിട്ട് തയ്യാറായിരിക്കുക എന്നുള്ളതാണ് പലരും. എന്നാൽ അങ്ങനെയല്ല. ശരിക്കും പുതിയ നിയമത്തിൽ കൽപ്പനകളുടെ സ്റ്റാൻഡേർഡ് അല്ല യഥാർത്ഥത്തിലുള്ള വ്യത്യാസം, ആരാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് എന്നുള്ളത്. ഞാൻ മുമ്പോട്ട് കൂടുതൽ കുറച്ചുകൂടി ചെയ്തു. പഴയ നിയമ കൽപ്പനകളുടെ അടിസ്ഥാന സ്വഭാവം നമ്മൾ ആ കൽപ്പന വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ 10 കൽപ്പനകൾ വായിക്കുമ്പോൾ, ഞാൻ ആ വാക്യം എടുക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് വായിച്ചു നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലാണ് ആ കൽപ്പനകൾ. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, വേണമെങ്കിൽ എടുത്ത് വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 10 കൽപ്പനകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ വാക്യങ്ങളും എങ്ങനെയാ തുടങ്ങുന്നത് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് യു ഷാൽ ഹാവ് നോ അതർ ഗോഡ്സ് ബിഫോർ മീ, യു ഷാൽ നോട്ട്, യു ഷാൽ നോട്ട്, യു ഷാൽ നോട്ട്, യു ഷാൽ, യു ഷാൽ, യു ഷാൽ എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യണം. യു ഷാൽ നോട്ട്, യു ഷാൽ നോട്ട്, യു ഷാൽ നോട്ട്, യു ഷാൽ നോട്ട്, യു ഷാൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമ കൽപ്പനകളെല്ലാം കർത്താവ് കൊടുക്കുന്നത് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. ഈ കൽപ്പനകൾ നീ ചെയ്യണം, നീ ചെയ്യണം, നീ ചെയ്യണം, നീ ചെയ്യണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കൽപ്പനകളുടെ പുതിയ നിയമ പ്രമാണം വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്നുള്ളത് പഴയ നിയമത്തിൽ തന്നെ പുതിയ നിയമത്തിനെ പറ്റിയുള്ള ഒരു പ്രവചനം, യെഹെസ്കേൽ പ്രവചനം, നമ്മൾ ഈ പറഞ്ഞ റോമാലേഖനം 5, 6, 7 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ ചുരുക്കി എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ് യെഹെസ്കേൽ പ്രവചനം. യെഹെസ്കേൽ പ്രവചനം അതിന്റെ 36-ാമത്തെ അധ്യായം, 36-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഈ പുതിയ നിയമ പ്രൊഫസിയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഐ വിൽ എന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം ധരിക്കും, നിങ്ങൾ നിർമ്മലന്മാരായി. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും പോക്കി നിങ്ങളെ നേടിക്കും. ഇത് ജസ്റ്റിഫിക്കേഷനെ പറ്റി സാങ്ക്ടിഫിക്കേഷനെ പറ്റിയും പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം. ഇതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇതാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു. കല്ലായിട്ടുള്ള ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിൽ നീക്കി മാംസളമായിട്ട് ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികൾ പ്രമാണിച്ചനുഷ്ഠിക്കും. എന്നിട്ട് നിങ്ങൾ എൻ്റെ വിധികൾ പ്രമാണിച്ചനുഷ്ഠിക്കും എന്ന് പറയുന്നതിന്റെ മുമ്പ് പറയുന്ന മുഴുവൻ ഞാൻ ഇത് ചെയ്യുന്നു. അന്നേരം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം, ചെയ്യുന്ന വ്യക്തി മാറുകയാണ്. നമ്മൾ അല്ല ഈ കൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് എത്തുന്നത്, ദൈവം നമ്മൾ കൂടി പ്രവർത്തിക്കുന്നത്. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇതേ കാര്യം എബ്രായ ലേഖനത്തിൽ ഈ പ്രൊഫസി ഫുൾഫിൽ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പറയുന്നത്. അവിടെയും ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിങ്ങളോട് ചെയ്ത നാളിൽ അവരോട് ചെയ്ത നിയമം പോലെ അല്ല എന്ന് പറയാം. പഴയ നിയമം പോലെയല്ല, പഴയ നിയമ കൽപ്പനകൾ പോലെ അല്ല. പഴയ നിയമ കൽപ്പനകളാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യണം, അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, കുറെ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം, ഉടമ്പടി ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ദൈവമായി ആയിരിക്കും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കൊടുക്കാരനെയാവും. ഞാൻ അവരുടെ പാപങ്ങളെ ഓർക്കുകയില്ല എന്ന് കർത്താവ് വീണ്ടും എബ്രായ ലേഖന കർത്താവ് പറയുമ്പോൾ പറയാണ്, ദൈവം ഇത് ചെയ്യുക, ദൈവം ഒരു വ്യക്തിയിൽ കൂടി ചെയ്യുക. ഇതാണ് നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇതേ കാര്യം പറയുന്നത്. ഫിലിപ്പി ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 12 വരെ വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങൾ, ഇതൊരു കണ്ടിന്യൂസ് വാക്യമാണ്, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യം ആദ്യം പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാണ്. യു വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഈസ് അറ്റ് വർക്ക് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ഡു ഹിസ് ഗുഡ് പ്ലഷർ.
ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളതും നിങ്ങളിൽ ദൈവം തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അന്നേരം വിശുദ്ധീകരണം എന്നുള്ളത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ കൂടിയാണ് നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക്. വിശുദ്ധീകരണത്തിനെ പറ്റി പറയുന്നത് തന്നെ വാക്യം നമുക്ക് എടുക്കാം. 1 തെസ്സലോനിക്കർ അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവിടെ ക്ലിയർ ആയിട്ട് വിശുദ്ധീകരണത്തിനെ പറ്റി തന്നെ ദൈവം കൽപ്പന കൊടുക്കുകയാണ്. 1 Thessalonians chapter 4:7, 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രയും വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിശുദ്ധീകരണമൊന്നും വേണ്ടാന്ന് ജിനു ബ്രദർ പറഞ്ഞു, നിങ്ങൾ പറയരുത്, വിശുദ്ധീകരണത്തിന് വേണ്ടി തന്നെയാണ് വിളിച്ചത്. പക്ഷെ എങ്ങനെയെന്നുള്ളതാണ് വിഷയം. എങ്ങനെയാണ് ആ വിശുദ്ധീകരണം സാധ്യമാകുന്നത് എന്നുള്ളതാണ് വിഷയം. അല്ല, വിശുദ്ധ ജീവൻ നയിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ദൈവം തന്നെയാണ് വിളിക്കുന്നത്. നമ്മൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ പറയുന്നത് ഓരോരുത്തരും ദൈവത്തെ അറിയാത്തവർ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താങ്കളുടെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചു. അന്നേരം ദൈവം വിളിച്ചത് വിശുദ്ധീകരണത്തിനാണ്. ഗോഡ് കോൾഡ് us for sanctification. എന്നാൽ ഇതേ അധ്യായം പൗലോസ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 25:23 പൗലോസ് പറയാണ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പക്ഷത്തിൽ അന്യമാമണ്ണം വെളിപ്പെടുവാൻ തക്കം കാക്കുമാറാകട്ടെ. അടുത്ത വാക്യം എന്താണ് ഇരിക്കുന്നത് അറിയാമോ? നിങ്ങളെ വിളിക്കുന്നവൻ വിശുദ്ധനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ആരാണ് വിശുദ്ധീകരണത്തിന് നമ്മളെ വിളിച്ചത്? ദൈവമാണ് വിശുദ്ധീകരണം. ആരാണ് അത് നമ്മൾ പ്രവർത്തിക്കുന്നത്? ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആരാണ് അത് നിവർത്തിക്കുന്നത്? ദൈവമാണ് നിവർത്തിക്കുന്നത്. അന്നേരം അപ്പൊ നമ്മുടെ റോൾ എന്താ? നമ്മുടെ റോള് കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ്, വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അതായത് ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശുദ്ധീകരണം. അന്നേരം വിശുദ്ധീകരണം എന്ന് പറയുന്നത് ബൈബിൾ പഠിപ്പിക്കുന്ന റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, അതുകൊണ്ട് അങ്ങനെ ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ന്യായപ്രമാണത്തിൽ നിന്നും ആ വ്യക്തി സ്വതന്ത്രനായിരിക്കുന്നു. ആ വ്യക്തിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തി നയിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആ വിശുദ്ധീകരണ പ്രവൃത്തി നമ്മൾ കൂടി പൂർത്തീകരിക്കപ്പെടുകയും നമ്മൾ കർത്താവിന്റെ മുമ്പിൽ, കർത്താവിന്റെ ആ റിലേഷനിൽ നിലനിൽക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി ആദിയിൽ എന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തുകയും നമ്മൾ ജീവിപ്പിക്കുക. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആ അധ്യായത്തിലേക്ക് വരുമ്പോൾ വഴിയും കുറച്ചുകൂടി ആ കാര്യങ്ങൾ വിശദീകരിക്കാം. ഞാൻ ഈ വാക്യങ്ങൾ മാത്രം എടുത്തത് അടുത്ത വാക്യം മുതൽ വേറൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. 7-ാമത്തെ വാക്യം മുതൽ പൗലോസ് പറയുന്ന ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് 8-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് 7-ാമത്തെ അധ്യായം ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, ആത്മാവിന്റെ ഫലങ്ങൾ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, എങ്ങനെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നുള്ളത് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നതാണ്. വിശദീകരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കും. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നേ. നമുക്കറിയാം, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ അല്ല എന്നുള്ള കാര്യം നമ്മൾ പുതിയ നിയമം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ കർത്താവ് പറയുന്നില്ലേ എപ്പോഴും, അതായത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതെന്ന് പറയാമോ? അത് നല്ലൊരു ചോദ്യം. എന്നിട്ട് ഈ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് തന്നെ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ്, അല്ലെ? യേശുക്രിസ്തു പറഞ്ഞു ഈ സകല ന്യായപ്രമാണവും 2 കൽപ്പനകളിലും എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ പോലെ തന്നെ. സ്നേഹമാണ് ന്യായപ്രമാണം. ഇതാണ് റോമാലേഖനത്തിന്റെ ഈ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുന്നുണ്ട്, ഇത് ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു. 3:31 ഒരു നാളുമില്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണെന്നാണ്. നേരം പൗലോസ് പറഞ്ഞിരിക്കുന്ന വിശ്വാസ മാർഗത്തിൽ കൂടി ആക്ച്വലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു കൽപ്പനകൾ അറിഞ്ഞുകൊണ്ട് തീർത്ത് വിശദീകരിക്കപ്പെടുകയല്ല. കർത്താവിൽ നമ്മൾ സ്നേഹത്തിൽ വിശ്വാസത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി യഥാർത്ഥത്തിൽ ആ ന്യായപ്രമാണം എല്ലാം ഫുൾഫിൽ ചെയ്തെടുക്കുകയാണ്. അന്നേരം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിൽ വസിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ കൽപ്പനകളെല്ലാം ഫുൾഫിൽ ചെയ്യും. അല്ലാതെ കൽപ്പന നമ്മൾ ലംഘിക്കാനായിട്ട് പോകുന്നില്ല. അന്നേരം ന്യായപ്രമാണം നമ്മൾ ഒരിക്കലും ലംഘിക്കുന്നില്ല.
എന്നാൽ ന്യായപ്രമാണം ഓരോന്നോരോന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് പൂർത്തീകരിച്ച് വിശദീകരണം പ്രാപിക്കുകയല്ല. കുറച്ച് നമ്മൾ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ വസിക്കുമ്പോൾ, കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവ് അതാ പറഞ്ഞ ആ ലവ് റിലേഷനിലേക്കാണ് നമ്മളെ റെസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ റിലേഷനിലേക്ക് റെസ്റ്റോർഡ് ആയി കഴിയുമ്പോൾ കർത്താവ് നമ്മൾ കൂടി അത് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാകുകയാണ്. ഈ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ ആത്മാവിൽ നമ്മളത് ഫുൾഫിൽ ചെയ്യുക. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ നിവൃത്തിയാകുന്നത് എങ്ങനെയാണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകുക. നമ്മൾ മനഃപൂർവ്വമായിട്ട് കുറെ സ്റ്റെപ്പുകൾ വിശദീകരണത്തിൽ കൂടി നടന്ന് വിശദീകരിക്കപ്പെടുകയല്ല. എന്നാൽ ആക്ച്വലി നമ്മൾ വിശദീകരിക്കപ്പെടുമ്പോൾ അത് തന്നെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് ആത്മാവ് നമ്മളെ നടത്തുന്ന വഴികളിലൂടെ നമ്മൾ വളരെ വില്ലിംഗ്ലി നടക്കുമ്പോൾ അത് അതിന്റെ പൂർത്തീകരണമായിട്ട് മാറുക. അതിന്റെ പൂർത്തീകരണമായിട്ട് മാറും. നമ്മൾ വില്ലിംഗ്ലി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ, കർത്താവിന്റെ പ്രോംപ്റ്റിങ്ങുകളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ, ആത്മാവിന്റെ പുതുക്കത്തിൽ, അതാണ് പറഞ്ഞിരിക്കുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനെന്നാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉയർത്തെഴുന്നേറ്റത് അതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരത്തിന്റെ പഴക്കത്തിൽ ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടത്. ഈ കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരുന്നില്ല. നമ്മൾ കർത്താവിനെ സേവിക്കുന്നുണ്ട്, നമ്മൾ ആത്മാവിന്റെ അനുസരിച്ച് നടക്കുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് വേറൊരു പ്രിൻസിപ്പിൾ കൂടിയാണ് അത് ഫുൾഫിൽ ആവുന്നത്. ആ പ്രിൻസിപ്പിൾ മാറ്റപ്പെടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ബ്രദർ. അല്ല ബ്രദറെ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ബ്രദർ പറഞ്ഞായിരുന്നല്ലേ ഈ ധാർമ്മിക നിയമം നമുക്ക് അനുസരിക്കേണ്ടതായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. കാരണം അത് പിന്നെ ആദ്യം ആദാമിനും ഹവ്വയ്ക്കും ഏതെല്ലായിരുന്നപ്പോഴുള്ള നിയമമല്ല, അത് കഴിഞ്ഞതിന് ശേഷം പാപം ചെയ്തതിന് ശേഷം പിന്നെ അവരുടെ മനസാക്ഷിയിൽ കൂടെ ഇടപെട്ടു, അതിനുശേഷം ന്യായപ്രമാണത്തിൽ കൂടെ. അപ്പം അതിനകത്ത് ധാർമ്മിക നിയമം എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും? ഈ ധാർമ്മിക നിയമം എന്ന് പറഞ്ഞിരിക്കുന്ന മോറലോ 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകൾ ആ കൽപ്പനകൾ ഇന്നത് ശരിയാണ്, ഇന്നത് ചെയ്യരുത്, ഇന്നത് തെറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലായിരുന്നില്ല ആദത്തിനുമായിട്ടുള്ള ദൈവമായിട്ടുള്ള റിലേഷൻ. ഈ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് ദൈവം കൊടുത്തൊരു കാര്യമാണ്. എന്നാൽ ആദവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ ആദത്തിന് നന്മയും തിന്മയും തിരിച്ചറിയല്ല, ദൈവം അവനിൽ വസിച്ച് ദൈവം ഇവന് നന്മയും തിന്മയും പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളതായിരുന്നു ആദത്തിന്റെ റിലേഷൻ ഉണ്ടായിരുന്നു. വീഴ്ച പറ്റിയപ്പോൾ മനുഷ്യന്റെ മനസാക്ഷിയിലാണ് ഈ ന്യായപ്രമാണം വന്നത്, പിന്നെ എഴുതപ്പെട്ട ന്യായപ്രമാണം. എന്നാൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ നമ്മൾ യേശുക്രിസ്തുമായിട്ടുള്ള ആ വ്യക്തിയുമായിട്ട് റിലേഷനിലേക്ക് വരുമ്പോൾ ഈ ധാർമ്മിക നിയമങ്ങൾ നമ്മൾ അത് ശരിയാണ് തെറ്റാണ് ചെയ്യരുത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് ഫുൾഫിൽ ചെയ്യല്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ സാഹചര്യത്തിൽ നടത്തുമ്പോൾ നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കാം. ആത്മാവിനനുസരിച്ച് നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ ഫുൾഫിൽ ചെയ്യുക തന്നെയാണ്. അല്ല ധാർമ്മിക നിയമങ്ങൾ നമ്മൾ ലംഘിക്കുകയല്ല. അന്നേരം ധാർമ്മിക നിയമങ്ങൾ നമ്മൾ ലംഘിക്കാമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ന്യായപ്രമാണം ലംഘിക്കാം എന്നുള്ളതല്ല, അതൊരിക്കലും ബൈബിൾ പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട് പാപം എന്നുള്ളത് കൽപ്പനാ ലംഘനം തന്നെയാണ്. ലോ ബ്രേക്ക് ചെയ്യുന്നതാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോഴെങ്ങനെയാണ് ആ കൽപ്പന പൂർത്തീകരിക്കുന്നത്? ആ കൽപ്പന പൂർത്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ കൂടിയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ കുറെ ധാർമ്മിക നിയമങ്ങൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് അല്ലാതെ പൂർത്തീകരിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ധാർമ്മിക നിയമം തന്നെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന രീതി മാറിയെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ധാർമ്മിക നിയമം നമുക്ക് ലംഘിക്കാമെന്നുള്ളതല്ല, ലംഘിക്കണമെന്നുള്ളതല്ല പറഞ്ഞത്. അത് ഫുൾഫിൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ കൂടിയാണ്. അതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഇതിനകത്ത് പറയാം, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ഈ ധാർമ്മിക നിയമങ്ങൾ കീഴിലല്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ധാർമ്മിക നിയമങ്ങൾക്കെല്ലാം മുകളിലാണ്. ആ ധാർമ്മിക നിയമങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണ്. ആ ധാർമ്മിക നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഹൃദയം നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടം ഫുൾഫിൽ ചെയ്യുകയാണ്. പുതിയ നിയമം കുറെ ധാർമ്മിക നിയമങ്ങളുടെ കൽപ്പനയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിലെ പോലെ കുറെ കൽപ്പനകൾ നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകമല്ല പുതിയ നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ കൂടി ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ ദൈവം അറിയിക്കുന്നു. ആ ഇഷ്ടം പരിശുദ്ധാത്മാവിൽ കൂടി നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നു. അതിൽ കൂടി നമ്മൾ ഈ ധാർമ്മിക നിയമങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ന്യായപ്രമാണം ധാർമ്മിക നിയമങ്ങൾ ലംഘിക്കാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അതോടെ ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിശുദ്ധീകരണം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വിശുദ്ധ ജീവിതം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ധാർമ്മിക നിയമങ്ങൾ നമ്മളെല്ലാം ബ്രേക്ക് ചെയ്യാമെന്നല്ല പറഞ്ഞത്. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്? വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിൽ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ധാർമ്മിക നിയമങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഫുൾഫിൽ ചെയ്ത് വിശദീകരിക്കപ്പെടുകയല്ല. ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ, ആ വ്യക്തിയുമായിട്ടുള്ള ആ പേഴ്സണൽ റിലേഷനിൽ വരുമ്പോൾ
ആത്മാവിന്റെ ബന്ധത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ഫുൾഫിൽ ചെയ്ത് പോവുക. അതാണ് സ്നേഹം ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണെന്ന് പൗലോസ് പറയുന്നത്. അത് മനസ്സിലായി. ബ്രദറെ, ഒരു കാര്യം കൂടെ ചോദിക്കാൻ. നമ്മുടെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടുള്ള ഫലം കഴിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു നിങ്ങൾ ഉരുവാകും വരേക്കും ആ ഒരു അങ്ങനെ അനുഭവിക്കുന്ന ആ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തു നമ്മൾ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. അത് ആ റിലേഷൻ റെസ്റ്റോർഡ് ആയത് നമ്മൾ വിശ്വസിച്ചപ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് ബൈ ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത് വി ഗോട്ട് കണക്റ്റഡ്. ആ കൊമ്പ് മുന്തിരിവള്ളിയിലേക്ക് കണക്റ്റഡ് ആവുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയി നമ്മൾ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ വസിക്കുമ്പോൾ ആ കർത്താവിന്റെ ജീവൻ നമ്മൾ കൂടി ആ ഫ്ലോയിൽ ഒഴുകുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയട്ടെ, ഇപ്പൊ ഒരു ബ്ലഡ് ഒരു വെയിനിൽ കൂടി നമ്മൾ ഇങ്ങനെ ഒഴുകുകയാണ്. അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് വരുമ്പോഴാണ് ആ ബ്ലഡ് ഫ്ലോ നിൽക്കുന്നത്. അതേപോലെ തന്നെ കർത്താവിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഡിപ്പെൻഡൻസിൽ നമ്മൾ തുടർന്നു പോകുമ്പോൾ കർത്താവിന്റെ ജീവൻ സമൃദ്ധിയായി നമ്മളിലൂടെ ഒഴുകുകയും നമ്മൾ കൂടി ആ ജീവന്റെ സമൃദ്ധി നമ്മൾ കൂടി ഫലങ്ങളായിട്ട് വെളിപ്പെടുകയും ചെയ്യും. അന്നേരം കർത്താവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ ഒരു ആക്ടിലാണ് നമ്മൾ കർത്താവായിട്ട് കണക്റ്റഡ് ആവുന്നതെങ്കിൽ, കണ്ടിന്യൂസ് ആയി വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനെയാണ് കർത്താവിൽ കണ്ടിന്യൂസ് ആയിട്ട് വസിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ തുടർച്ചയായിട്ട് നമ്മളെല്ലാ, അതുകൊണ്ട് തന്നെ ബൈബിൾ വിശ്വാസത്താലാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നതിന്റെ കാര്യവും അതാണ്. തുടർച്ചയായി കർത്താവിലുള്ള ഡിപ്പെൻഡൻസിനെയാണ് കർത്താവിൽ വസിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത്. കർത്താവിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി കർത്താവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമ്മൾ അതാണ് എബ്രായ ലേഖനത്തിലൊക്കെ വരുമ്പോൾ, വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ആ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറിവ് പിടിക്കുക എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ പുറകോട്ട് മാറുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ ഒഴുകുന്നത് കുറയുകയും ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ വരാതിരിക്കുകയും ചെയ്യും. നേരം കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ വിശ്വസിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വിശ്വസിക്കുക എന്നാണ് സിമ്പിൾ ടൈമിൽ പറഞ്ഞതിനകത്ത്. മനസ്സിലായി? ഇവിടെ ചോദ്യം തന്നെയല്ലായിരുന്നു. അതുപോലെ ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ ഉണ്ടായിരുന്നു, ഈ അതെ. പക്ഷെ കർത്താവ് നമ്മളിൽ വസിക്കുക എന്ന് പറയുമ്പോ എന്തോ അതിനകത്തിലെ വ്യത്യാസം? അതുകൂടെ കർത്താവ് കർത്താവിൽ വസിക്കുക എന്നുള്ളത്, കർത്താവ് നമ്മൾ വസിക്കുക ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പം കർത്താവ് എന്റെ വീട്ടിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് എന്റെ വീട്ടിൽ ഒരു മുറിയിലൊരു സ്ഥലം കൊടുക്കുകയാണ്. കർത്താവ് എന്റെ വീട്ടിൽ വസിക്കാമെന്ന് തന്നെ പറയാനായിട്ട്. എന്നാൽ കർത്താവിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം എന്റെ വീട്ടിൽ ഉണ്ടാവണമെങ്കിൽ എന്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന് ഓപ്പൺ ചെയ്തു കൊടുക്കും. അപ്പോഴാണ് കർത്താവ് നമ്മളുടെ വീട്ടിൽ ശരിക്കും നാഥനായിട്ട് വസിക്കുക എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനത്തില് ഒരു വാക്യമുണ്ട്. എഫേസ്യ ലേഖനത്തില് പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പൗലോസിന്റെ പ്രാർത്ഥനയാണ്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം, മാത്രമല്ല ക്രിസ്തു നിങ്ങളിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും. അന്നേരം കർത്താവ് നമ്മൾ വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഒരു ബിലീവറുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു വസിക്കുന്നു. എന്നാൽ ആ ബിലീവറിന്റെ ഹൃദയത്തിൽ പരിപൂർണമായിട്ട് നിറഞ്ഞ് അവനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് യേശുക്രിസ്തു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നിട്ടില്ലായിരിക്കാം. നേരെ കർത്താവ് വസിക്കുന്നു എന്ന് പറയുന്നതും കർത്താവ് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. അന്നേരം വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഒരു വ്യക്തിയായിട്ടുണ്ട് ഉള്ളിൽ വസിക്കാം. എന്നാൽ ആ വ്യക്തിയെ നമുക്ക് ഞെരുക്കാം. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഞെരിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ക്വെഞ്ച് ചെയ്യരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വസിക്കുന്ന ഒരാളെ നമുക്ക് ദുഃഖിപ്പിക്കാം, നമുക്ക് ഫുള്ളായിട്ട് ആക്സസ് കൊടുക്കാതിരിക്കാം. അന്നേരം കർത്താവിൽ നമ്മൾ വസിക്കുക എന്ന് പറയുന്നത്, നമ്മൾ കർത്താവിൽ വസിക്കുക എന്ന് പറയുന്നത് ഒരു മ്യൂച്വലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മൾ വന്നു, നമ്മൾ കർത്താവിലുമായി. എന്നാൽ കർത്താവിൽ നമ്മൾ കണ്ടിന്യൂസ് ആയി നമ്മൾ അബൈഡ് ചെയ്യുമ്പോൾ, നമ്മുടെ എല്ലാ ഏരിയയും തുറന്നു കൊടുക്കുമ്പോഴാണ് കർത്താവ് നമ്മൾ നിറഞ്ഞ് യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ നാഥനായിട്ട് വസിക്കുന്നു. അങ്ങനെയുള്ളൊരു ജീവിതമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിന്റെ നിറവിലുള്ള ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കാന്ന് പറയുന്നത്. അങ്ങനെ നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് അവർ ഒഴിവുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്.
ക്ലിയർ ആയിട്ട്. താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആവാത്തത് എനിക്കറിയാം. ഞാൻ ചില കാര്യങ്ങൾ ഒരു നെഗറ്റീവ് രീതിയിൽ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിശുദ്ധ ജീവിതം എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ നിയമങ്ങൾ എന്നുള്ളത് ഒരിക്കലും മാറ്റപ്പെടാത്ത, എന്നാൽ അത് എങ്ങനെ എന്നുള്ളത് ആണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് പഴയ നിയമത്തിന്റെ പ്രിൻസിപ്പിൾ വേറെയായിരുന്നു, പുതിയ നിയമത്തിന്റെ പ്രിൻസിപ്പിൾ വേറെ. പഴയ നിയമത്തിൽ ഞാൻ അത് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അത് സാധ്യമല്ല. പുതിയ നിയമത്തിൽ കർത്താവ് നമ്മൾ കൂടി അത് ചെയ്തെടുക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ വസിക്കുക, കർത്താവിനെ അലോ ചെയ്യുക, നേരത്തെ പറഞ്ഞ കർത്താവിന് പരിപൂർണമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അതാണ് വിശ്വാസത്താൽ നടക്കുക, വിശ്വാസത്തിൽ ജീവിക്കുക, ആത്മാവിനനുസരിച്ചിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിന്റെ വിശുദ്ധീകരണം നമ്മൾ കൂടി ഫുൾഫിൽ ആവും. അങ്ങനെയുള്ള വിശുദ്ധീകരണമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ കുറെ ധാർമ്മിക കൽപ്പനകൾ പഠിപ്പിച്ചിട്ട് അങ്ങനെ വിശുദ്ധരായിട്ട് ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പ്രാർത്ഥിച്ചു. ഹലോ ബ്രദറെ, ഒരു ജിജോ ബ്രദറെ ചോദിച്ചതിൽ ഒരു ചെറിയ ഭാഗം കൂടെ ഉണ്ടായിരുന്നല്ലോ. ഗലാത്യലേഖനത്തിൽ പറയുന്നത് ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം പിന്നെയും നിങ്ങൾക്ക് വേണ്ടി പ്രസവവേദനപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നതിലെ പൗലോസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ബ്രദർ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബ്രദറിന്റെ ബോധ്യം അത് ഞാൻ പറയണോ? ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇല്ല, അങ്ങനെ ചിന്തിക്കണ്ട. ഇന്ന് ജിനു ബ്രദറാണ് നമ്മുടെ ബൈബിൾ ടീച്ചർ, സഹോദരനുള്ള കാഴ്ചപ്പാട് പറഞ്ഞാട്ടെ. സമയം പോയെന്ന് എനിക്കറിയാം. ഇല്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇവിടെ പകലാണ്. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പലരും എന്റെ ടീച്ചേഴ്സാണ്. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു ലിമിറ്റേഷൻ എന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പല കാര്യങ്ങളും പറയുന്നത്. യു ക്യാൻ ഡിസഗ്രി, ഞാനോട് ഡിസഗ്രി ചെയ്യാം, പൂർണ്ണമായിട്ട് യോജിക്കണമെന്നില്ല. അവിടെ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം, ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം പ്രസവനപ്പെടുന്നത്. ഐ ലേബർ അണ്ടിൽ ക്രൈസ്റ്റ് ഈസ് ഫോംഡ് ഇൻ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മളിൽ കൂടി എന്താ പറഞ്ഞിരിക്കുന്നത്, ആ മാനിഫെസ്റ്റ് ചെയ്തതിനെ പറ്റിയാണ് പറഞ്ഞത്. അന്നേരം അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ ക്രിസ്തു നമ്മളിൽ കൂടി മറ്റുള്ളവർക്ക് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു നമ്മളിൽ ആകുന്നതും നമ്മളിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നതും വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു പറഞ്ഞത് നമുക്കറിയാം. വിശ്വാസത്താൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു, കർത്താവ് നമ്മുടെ ഉള്ളിലായി. അതാണ് ജസ്റ്റിഫിക്കേഷൻ. എന്നാൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലായ ക്രിസ്തു നമ്മൾ കൂടി പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഒരുവൻ നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നു. അന്നേരം ദൈവം നമ്മളെ കാണുന്നത് ക്രിസ്തുവിൽ കൂടിയാണെങ്കിൽ ലോകം നമ്മളെ കാണുന്നത് നമ്മളിലുള്ള ക്രിസ്തുവിനെയാണ്. ക്രിസ്തു നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരാൾ കൂടി ക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്യുന്നതോളം പൗലോസിന് ഹൃദയവേദനയാണ്. പൗലോസിന്റെ ഹൃദയം വേദനിക്കുകയാണ്, പൗലോസിന്റെ ഹൃദയം സന്തോഷിക്കുന്നു. നമ്മൾ ഫിലിപ്പിലേഖനം വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് കാര്യമുണ്ട്. അതെന്താണ്? നിങ്ങൾ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സന്തോഷം തോന്നുന്നു, ഇത്രയും പേര് രക്ഷിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. എന്നാൽ ഒരു യഥാർത്ഥ ഒരു ദൈവദാസന്റെ ഹൃദയത്തിലുള്ള സന്തോഷം ആ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളിലും ക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതുവരെയും അവർ വീണ്ടും ലേബർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഗലാത്യലേഖനത്തിന്റെ കോണ്ടക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, അവർ വിശ്വാസത്തിൽ തുടങ്ങിയതാണ്, അവര് യഥാർത്ഥ രീതിയിൽ തുടങ്ങിയാണ്. പിന്നീട് അവർ വിശുദ്ധീകരണ പ്രവർത്തികൾ കൂടി സാധിക്കാമെന്ന് ചിന്തിച്ചു. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടവരാണോ? തുടങ്ങിയത് നല്ലതായിട്ടാണ്, ആത്മാവ് കൊണ്ട് നിങ്ങൾ തുടങ്ങി, യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ആ വിശുദ്ധീകരണം എന്റെ പ്രവൃത്തിയിൽ കൂടി സാധ്യമാകും. അങ്ങനെയല്ല. കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ച് കർത്താവിൽ വസിക്കുമ്പോൾ, കർത്താവിൽ കണ്ടിന്യൂസ് ആയിട്ട് കൃപയിൽ നിലനിൽക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യുമെന്നാണ്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുവോളം ആ സഭയുടെ ലീഡറായിട്ടുള്ള ആ ആൾക്കാരെ സംബന്ധിച്ചൊരു വേദനയാണ്, പ്രസവ വേദന പോലെ വേദനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ആ കാര്യത്തിൽ. കറക്റ്റ് അല്ലെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. മറ്റൊന്നുമില്ല, ഇത് ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു പോസ്റ്റ് ഞങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ചോദ്യം പിന്നെ ജിജോ ബ്രദർ ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന പിക്ചർ അതാണ്. അതായത് ഒരു എംബ്രിയോ
ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഉരുവാകുമ്പോ തന്നെ ഇന്ന് അത് മെഡിക്കലി പ്രൂവ്ഡ് ആണ്. ആ കൺസെപ്ഷൻ നടന്ന ആ ഒരു ഭ്രൂണത്തിൽ തന്നെ ഒരു ഫുൾ ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം ജനറ്റിക് ആയിട്ട് അത് കംപ്ലീറ്റാ. പക്ഷേ അത് 9 മാസം സംതിങ് ഈ ജസ്റ്റേഷൻ പീരീഡില് ആ ഫോം ചെയ്യുകയാണ്. ആക്ച്വലി ഗലാത്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ തന്നെ അണ്ടിൽ ക്രൈസ്റ്റ് ഈസ് ഫോംഡ് ഇൻ യു എന്നാ, നോട്ട് ബോൺ ഇൻ യു. നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ക്രിസ്തു ജനിച്ചു കഴിഞ്ഞു. അവന് ഫോം ചെയ്ത് ആ സ്റ്റേജസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കാട്ടെ. കൺസെപ്ഷൻ നടന്നു, ജനറ്റിക്കലി എല്ലാം ഉണ്ട്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ആ യൂട്രസിന്റെ വോളിനോട് ഈ എംബ്രിയോ പറ്റിച്ചേർന്ന് എബൈഡ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫുൾ ഗ്രോത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അതർവൈസ് ദാറ്റ് ഫീറ്റസ് വിൽ ബി അബോർട്ടഡ്. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ ഫുൾ ടൈം നറിഷ്മെന്റ് പ്രാപിച്ച് ഈ യൂട്രസിൽ കിടന്നിട്ട് അൾട്ടിമേറ്റ്ലി ഈ ഫുൾ ഫോർമേഷൻ ഗ്രോത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു ഡെലിവറി നടക്കുകയാണ്. ദാറ്റ് ഈസ് ലൈക്ക് നമ്മുടെ ട്രാൻസ്ഫോർമേഷന്റെ ടൈമാണ് അത്. വി ആർ ഗോയിങ് ടു സീ അവർ ഫാദർ ഫേസ് ടു ഫേസ്. ഒരമ്മ കുഞ്ഞു കാണുന്ന പോലെ അല്ലെ അപ്പനെ കാണുന്ന പോലെ നമ്മളുടെ ശരീരത്തിന്റെ രൂപാന്തരം വരെയും പൗലോസ് പറയുകയാണ്, Christ is already born inside of you and allow him to grow in you, abide in him. അവനിൽ തന്നെ വസിച്ചോണം. അങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞ് ഫുൾ മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ഒരു ഗ്ലോറിയസ് മൊമെന്റ് ഉണ്ട്. അതാണ് എല്ലാ വിശുദ്ധന്മാരുടെയും പ്രത്യാശ. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ ജിജോ. ഓക്കെ, പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ, താങ്ക് യു, വളരെ നന്ദി. പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാവുന്ന. ഓക്കെ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ നടുവിലെ ദൈവവചനം ടീച്ച് ചെയ്യാനായിട്ട് അങ്ങ് അനോയിന്റ് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. റോമലേഖനത്തിന്റെ പഠനം ഞങ്ങളുടെ ബൗദ്ധികമായിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അപ്പുറമായിട്ട് ആത്മാവിൽ ഞങ്ങൾക്ക് ഉന്മേഷവും ജീവനും പകരുന്ന സമയങ്ങളാക്കി ഇതിനെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവരെയും ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മനുഷ്യ ജ്ഞാനം കൊണ്ട് കർത്താവെ സ്പിരിച്വൽ ആകാൻ കഴിയത്തില്ല. ബട്ട് ലോർഡ്, വി നീഡ് അണ്ടർസ്റ്റാൻഡിങ്. ഞങ്ങൾക്ക് കർത്താവെ ഈ വചനത്തിന്റെ രഹസ്യങ്ങളെ അങ്ങ് വെളിപ്പെടുത്തി തരണമേ. അങ്ങ് കർത്താവെ തുടർന്നുള്ള ആഴ്ചകളിൽ സഹായിക്കണമേ. ഓരോരുത്തരുടെയും ക്രിസ്ത്യൻ ലൈഫിലെ ഗ്രോത്തിനായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ. ഞങ്ങളുടെ ജിനുവിന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളില് കർത്താവെ ആത്മീയ ശുശ്രൂഷകർക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരന്മാർ ഈ കൂട്ടത്തിൽ ഉണ്ടല്ലോ. ലോർഡ് ബ്ലസ് എവ്രി വൺ, ഈച്ച് ആൻഡ് എവരി വൺ. ലോർഡ്, താങ്ക് യു ഫോർ ദിസ് ബ്ലസ്ഡ് ടൈം. കർത്താവ് തുടർന്ന് ഞങ്ങളെ നടത്തിക്കാട്ട് അവിടുത്തെ നാമം മഹത്വപ്പെടുത്തും. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സർ.